നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീഡിയോസ് മറ്റുള്ളവർ കോപ്പി ചെയ്ത് അവരുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ അവർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാം, അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോസ് കോപ്പി ചെയ്ത് നിങ്ങളുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാലും എങ്ങനെയാണ് അവർ നിങ്ങൾക്ക് സ്ട്രൈക്ക് തരുന്നത്. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇത് യൂട്യൂബിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമുള്ള നിങ്ങളുടെ വീഡിയോസ് മറ്റുള്ളവർ കോപ്പി ചെയ്ത് അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ട് കഴിഞ്ഞാലും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അവർക്ക് സ്ട്രൈക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും വീഡിയോസ് കോപ്പി ചെയ്താലും ഇതേ രീതിയിൽ തന്നെ അവർ നിങ്ങൾക്കും സ്ട്രൈക്ക് തരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിയുകയും വേണം. ആരെങ്കിലും നിങ്ങളുടെ വീഡിയോസ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് സ്ട്രൈക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റാരെയും ആശ്രയിക്കാതെ നിങ്ങൾക്ക് സ്വയം ഇതേപോലെ സ്ട്രൈക്ക് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോസ് മറ്റുള്ളവർ കോപ്പി ചെയ്യുമ്പോൾ ഇതിൽ മാക്സിമം കേസുകളിൽ യൂട്യൂബ് തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിലൂടെ നിങ്ങളോട് പറയും, ദേ ഇന്ന ആള് നിങ്ങളുടെ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ കോപ്പി ചെയ്തിട്ടുണ്ട്, ഇതിനെതിരെ ആക്ഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാം. ഈ ഒരു കാര്യം യൂട്യൂബ് തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇത് സ്റ്റുഡിയോ ആപ്പിൽ കാണിക്കത്തില്ല. ഇത് നമ്മൾ ക്രോമിലൂടെ കയറി യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവിടെ കാണിക്കുന്ന വീഡിയോസ് യൂട്യൂബ് തന്നെ കൺഫേം ചെയ്യുന്നതാണ് ഇത് നിങ്ങളുടെ കോപ്പി ചെയ്തിട്ടുള്ള വീഡിയോസ് ആണെന്ന്. അപ്പോൾ അതിനെതിരെ നമുക്ക് സ്ട്രൈക്ക് കൊടുക്കണമെങ്കിൽ അവിടെ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എവിടെയാണ് കാണിക്കുന്നത് അത് ആദ്യം നമുക്ക് നോക്കാം. അതിനുശേഷം എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മൾ ഈ സ്ട്രൈക്ക് കൊടുക്കുന്നത് ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, ഞാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഞാൻ studio.youtube.com എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നോക്കാം, എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് സൂം ചെയ്യുക. ഇനി ഇവിടെ നോക്കാം, ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് 3 ലൈൻസ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി കുറച്ച് താഴേക്ക് നോക്കിയാൽ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കാം, ഈ ഒരു സ്ക്രീൻ ചാനൽ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഈ ഒരു സ്ക്രീനിലാണ് നമ്മുടെ വീഡിയോസ് മറ്റാരെങ്കിലും കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് അതിനെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ട് ഇവിടെ കാണിക്കും. പക്ഷേ ഇവിടെ അത് എൻ്റെ ഈ ഒരു ചാനലിൽ കാണിക്കുന്നില്ല. കാരണം എൻ്റെ മക്കളുടെ ചാനലാണ്, അവരുടെ വീഡിയോസ് ഇതുവരെ ആരും കോപ്പി ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങളുടെ വീഡിയോസ് ആരെങ്കിലും കോപ്പി ചെയ്തതായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് അവർക്ക് സ്ട്രൈക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കാവുന്നതാണ്. പക്ഷേ അത് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. കാരണം നമുക്ക് മറ്റൊരു രീതിയിലും ഇതേപോലെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾ യൂട്യൂബിൽ മറ്റുള്ളവരുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് ഒരു വീഡിയോ കയറി വരുന്നു. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു അത് നിങ്ങളുടെ വീഡിയോസ് കോപ്പി ചെയ്തതാണെന്ന്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടു നോക്കുക, ഉറപ്പിക്കുക അത് നിങ്ങളുടെ വീഡിയോ തന്നെയാണെന്ന്. അതിനുശേഷം അവിടെ വെച്ച് നിങ്ങൾക്ക് ഇതിനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ നോക്കാം, ഞാൻ എൻ്റെ മക്കളുടെ ചാനലിൽ നിന്ന് എൻ്റെ തന്നെ മറ്റൊരു ചാനലിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ കാണുന്ന ഈ ഒരു വീഡിയോ, ആ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുകയാണ് ഇത് എൻ്റെ വീഡിയോ കോപ്പി ചെയ്തതാണ്. അതിനുശേഷം നിങ്ങൾ ഇതിനെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്തിട്ട് ഉറപ്പിക്കുക അവർ നിങ്ങളുടെ വീഡിയോ കംപ്ലീറ്റ്ലി കോപ്പി ചെയ്തിട്ടുള്ളതാണോ അതോ കുറച്ച് പാർട്ട് കോപ്പി ചെയ്തിട്ടുള്ളതാണോ, എന്താണ് സംഭവം എന്നുള്ളത് ആദ്യം കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഇതിന് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ഈ കാണുന്ന ഓപ്ഷൻസിൽ കുറച്ച് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏറ്റവും താഴേക്ക് നോക്കുക, ലീഗൽ ഇഷ്യൂ. ഈ ലീഗൽ ഇഷ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വിച്ച് ലീഗൽ ഇഷ്യൂ, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കോപ്പിറൈറ്റ് ഇഷ്യൂ. കോപ്പിറൈറ്റ് ഇഷ്യൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ആ മറ്റുള്ളവരുടെ വീഡിയോ കാണുമ്പോൾ അതിനെ കറക്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ചെറിയ പാർട്ട് ഒരു ഫെയർ യൂസിന്, ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കരുത്. യൂട്യൂബും പറയുന്നുണ്ട് അത്തരത്തിലുള്ള നിങ്ങൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബും അതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. മാത്രമല്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും നിങ്ങളിങ്ങനെ സ്ട്രൈക്ക് കൊടുക്കരുത്. അത് ശരിയായ കാര്യമല്ല. എല്ലാവരും യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയുടെ റീമിക്സ് ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ റീമിക്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അബദ്ധത്തിൽ റീമിക്സ് ചെയ്തിട്ടുള്ള വീഡിയോയിലും കയറിയിട്ട് നിങ്ങൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കരുത്. അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചടി ആയെന്നും വരും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് ഈ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാനും. എനിവേ, ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഇതിനെ ഒന്ന് സൂം ചെയ്ത് ഇവിടെ താഴേക്ക് വന്ന് ഇവിടെ നോക്കിയാൽ സബ്മിറ്റ് എ കോപ്പിറൈറ്റ് റിമൂവൽ റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ആദ്യത്തെ ഓപ്ഷൻ വീഡിയോസ് റിക്വസ്റ്റഡ് ഫോർ റിമൂവൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് സൂം ചെയ്ത് ഇവിടെ നോക്കുക, അതിൻ്റെ താഴെയായിട്ട് ആഡ് എ വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, മൈ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെയായിട്ട് ടൈപ്പ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, വീഡിയോ, ഒറിജിനൽ സോങ്, അതുപോലെ കുറേ ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കണ്ടന്റ് ഏത് ടൈപ്പിലുള്ളതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ അത് വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മറ്റൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, സബ് കാറ്റഗറി, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഇന്റർനെറ്റ് വീഡിയോ, മൂവി, ലാസ്റ്റ് ലൈവ് സ്ട്രീം, പിന്നെ അതർ ടൈപ്പ് ഓഫ് വീഡിയോ, ഇതേപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ഒരു ലൈവ് സ്ട്രീമാണ് മറ്റുള്ളവർ കോപ്പി ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലൈവ് സ്ട്രീം സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അതർ ടൈപ്പ് ഓഫ് വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുന്നു.
ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മറ്റൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, സോഴ്സ് ഓഫ് മൈ കണ്ടന്റ്. അതായത് നിങ്ങളുടെ ഈ കണ്ടന്റ് കോപ്പി ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കണ്ടന്റിന്റെ സോഴ്സ് എവിടെയാണ്? അതായത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ ഉള്ള വീഡിയോ ആണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിൽ നിന്നുള്ള വീഡിയോ ആണോ കോപ്പി ചെയ്തിരിക്കുന്നത്? ഇതാണ് അവർ ചോദിക്കുന്നത്. ഇനി അതിൽ ക്ലിക്ക് ചെയ്യുക, ഫ്രം മൈ യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ ഫ്രം അനദർ യൂട്യൂബ് ചാനൽ ഐ ലീഗലി റെപ്രസെൻറ്റ്, അതും അല്ലെങ്കിൽ ഫ്രം ഔട്ട്സൈഡ് ഓഫ് യൂട്യൂബ്. ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. കാരണം പലരും വിചാരിച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ മറ്റുള്ളവരുടെ വീഡിയോ കോപ്പി ചെയ്ത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്ട്രൈക്ക് കിട്ടത്തില്ലെന്നാണ് പലരും കരുതുന്നത്. അങ്ങനെയല്ല. ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫ്രം ഔട്ട്സൈഡ് ഓഫ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും കോപ്പി ചെയ്ത് നിങ്ങൾ യൂട്യൂബിൽ ഇട്ടാലും അവർക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് സ്ട്രൈക്ക് തരാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കി വേണം നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോസ് കോപ്പി ചെയ്യാൻ. അപ്പോൾ എനിവേ ഇവിടെ എൻ്റെ യൂട്യൂബിൽ തന്നെയുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ ഫ്രം മൈ യൂട്യൂബ് ചാനലിനെ സെലക്ട് ചെയ്യുന്നു. ഇനി ഞാനിവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. ഇവിടെ താഴേക്ക് നോക്കാം, മൈ വീഡിയോ URL എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് വീഡിയോ ആണോ അവർ കോപ്പി ചെയ്തിരിക്കുന്നത് ആ നമ്മുടെ വീഡിയോയുടെ ലിങ്കിനെ കോപ്പി ചെയ്ത് ഇവിടെ കൊടുക്കാനാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ചാനലിലേക്ക് വരുന്നു. ഇവിടെ നോക്കുക, അവർ നമ്മുടെ വീഡിയോ കോപ്പി ചെയ്തിരുന്ന അവരുടെ വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് വെച്ചിരുന്നതാണ്. അതിനെ കുറച്ച് നമ്മൾ താഴേക്ക് വെക്കുക. അതിനുശേഷം ഇവിടെ നോക്കുക, എൻ്റെ ഈ ചാനലിൻ്റെ വ്യൂ ചാനൽ എന്ന് പറഞ്ഞ് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക, മാനേജ് വീഡിയോസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, മാനേജ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്നും ഏത് വീഡിയോ ആണോ നമ്മുടേത് അവർ കോപ്പി ചെയ്തിരിക്കുന്നത് ആ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്ത് നമുക്ക് അവിടെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ സപ്പോസ് എൻ്റെ ഈ ഒരു വീഡിയോ ആണ് അവർ കോപ്പി ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഷെയർ വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ കോപ്പി ലിങ്ക് ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇനി അവരുടെ വീഡിയോ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ അതേപോലെ ഇവിടെ വെച്ചേക്കുക. കാരണം അവരുടെ വീഡിയോയുടെ ഈ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യേണ്ടതാണ് അടുത്ത സ്റ്റെപ്പിൽ. അതുകൊണ്ട് ഇത് പോകരുത്, ഇത് ഇവിടെ തന്നെ ഇരിക്കണം. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്ന ആ സ്ക്രീനിലേക്ക് വരികയുന്നു. ഇനി ഇവിടെ നമ്മൾ ഈ വീഡിയോയുടെ ലിങ്കിനെ ഇതേപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇത് റൈറ്റ് സൈഡിലായിട്ട് നോക്കിയാൽ നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്ത് കൊടുത്ത നമ്മുടെ വീഡിയോ ആ ഒരു വീഡിയോയുടെ പാർട്ട് ബൈ പാർട്ടായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ അതിൻ്റെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് ഇൻഫ്രിഞ്ച്ഡ് വീഡിയോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് 2 ഓപ്ഷൻസ് ഉണ്ട്, എൻ്റയർ വീഡിയോ അതല്ലെങ്കിൽ ടൈം സ്റ്റാമ്പ്സ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് അവർ കോപ്പി ചെയ്തിട്ടുണ്ടോ അതോ കുറച്ച് പാർട്ടുകൾ മാത്രമേ കോപ്പി ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ ടൈം സ്റ്റാമ്പ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് എൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും നമുക്ക് അവിടെ കൊടുക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കംപ്ലീറ്റ്ലി എൻ്റയർ വീഡിയോ കോപ്പി ചെയ്തതാണെങ്കിൽ നമുക്ക് എൻ്റയർ വീഡിയോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റയർ വീഡിയോ തന്നെ സെലക്ട് ചെയ്യുന്നു. ഇനി അടുത്തത് താഴേക്ക് നോക്കുക, ഇൻഫ്രിഞ്ചിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ ഈ വീഡിയോ കോപ്പി ചെയ്തിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ആ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്ത് നമുക്ക് ഇവിടെ കൊടുക്കണം. അപ്പോൾ അവരുടെ വീഡിയോ ഓൾറെഡി ഞാൻ പ്ലേ ചെയ്ത് എൻ്റെ ചാനലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സ്ക്രീനിലേക്ക് പോകുന്നു. ഇവിടെ നോക്കുക, ആ വീഡിയോ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നോക്കുക, ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഷെയറിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക, കോപ്പി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അവരുടെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തെടുത്തു. ഇനി വീണ്ടും നമ്മൾ നമ്മുടെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്ന ആ പേജിലേക്ക് വരുന്നു. ഇവിടെ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഇതേപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെയും റൈറ്റ് സൈഡിലേക്ക് നോക്കുക, അവരുടെ ആ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നുണ്ട്. ഇതിപ്പോൾ 2 വീഡിയോ ആണ്, ഒരു മാച്ചും ഇല്ലാത്ത വീഡിയോസാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് മാച്ചിങ് ഉള്ള വീഡിയോസ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ തന്നെ കാണിക്കും. എനിവേ ഇനി വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. ഇവിടെയും ചോദിച്ചിട്ടുണ്ട് ലൊക്കേഷൻ ഓഫ് ഇൻഫ്രിഞ്ചിങ് കണ്ടന്റ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇവിടെയും ഉണ്ട് എൻ്റയർ വീഡിയോ, ടൈം സ്റ്റാമ്പ്സ്, കസ്റ്റം തംബ്നെയിൽ, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് അവർ നിങ്ങളുടെ വീഡിയോയുടെ ഏതൊക്കെ കാര്യങ്ങളാണ് കോപ്പി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ എൻ്റയർ വീഡിയോ തന്നെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ താഴെ നോക്കുക, ആഡ് ടു ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, നമ്മളുടെ ഈ വീഡിയോയും അതുപോലെ നമ്മുടെ വീഡിയോ കോപ്പി ചെയ്തിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ വീഡിയോയും ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാനായിട്ടുള്ളത് അവരുടെ ലിസ്റ്റിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് കോപ്പിറൈറ്റ് ഓണർ എന്ന് പറഞ്ഞാൽ ആരാണോ ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നത്, ആരുടെ വീഡിയോ ആണോ ആരുടെ ചാനലാണോ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ഒരു സ്ഥലമാണിത്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ അഫക്റ്റഡ് പാർട്ടി, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ നോക്കുക, 1 മൈസെൽഫ്, 2 മൈ കമ്പനി ഓർഗനൈസേഷൻ ഓർ ക്ലയൻറ്റ്. അതായത് നിങ്ങളുടെ സ്വന്തം ചാനലാണ്, പേഴ്സണൽ ചാനലാണ്, അതാണെങ്കിൽ മൈസെൽഫ് കൊടുക്കുക. അതല്ല ഏതെങ്കിലും ഓഫീസിന് വേണ്ടിയാണ്, ഏതെങ്കിലും ക്ലയൻറ്റിന് വേണ്ടിയാണെങ്കിൽ മൈ കമ്പനി ഓർഗനൈസേഷൻ ഓർ ക്ലയൻറ്റ് കൊടുക്കുക. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം ചാനലാണെങ്കിൽ ഞാനിവിടെ മൈസെൽഫ് സെലക്ട് ചെയ്യുന്നു. ഇനി അടുത്തത് കോപ്പിറൈറ്റ് ഓണർ നെയിം. ഇവിടെ നിങ്ങളുടെ ചാനലിൻ്റെ പേര് വേണമെങ്കിലും കൊടുക്കാം, അതല്ല നിങ്ങളുടെ പേര് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ പേര് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ സഞ്ജൂസ് നായർ എന്ന് കൊടുക്കുന്നു. ഇനി അടുത്തത് ഫോൺ നമ്പറും കൊടുക്കേണ്ടത് തന്നെയാണ്. അത് കൺട്രി കോഡ് ചേർത്ത് വേണം നിങ്ങൾ കൊടുക്കാൻ. ഞാനിവിടെ +91 എന്ന് പറഞ്ഞ് എൻ്റെ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്തത് പ്രൈമറി ഇമെയിൽ ആണ്. അത് ബൈ ഡിഫോൾട്ട് അവർ എടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നിന്ന്. അതിന് താഴെയായിട്ട് സെക്കൻഡറി ഇമെയിൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ടാമത് മറ്റൊരു ഇമെയിൽ കൂടെ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമെയിൽ ഐ ഡി കൂടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ മറ്റൊരു ഇമെയിൽ കൂടെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്തത് റിലേഷൻഷിപ്പ് ടു കോപ്പിറൈറ്റഡ് കണ്ടന്റ്. അതായത് ഈ കണ്ടന്റ് നിങ്ങളുടെ ഏത് കണ്ടന്റ് ആണോ മറ്റുള്ളവർ കോപ്പി ചെയ്തിരിക്കുന്നത് അതുമായിട്ട് നിങ്ങളുടെ റിലേഷൻ എന്താണ്. അപ്പോൾ ഞാൻ
ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു മൈ ഓൺ കണ്ടന്റ്. ഇനി അടുത്തത് കൺട്രി, അതിന് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത 3-4 ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റായി ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേത് സ്ട്രീറ്റ് അഡ്രസ്. അപ്പോൾ സ്ട്രീറ്റ് അഡ്രസ്സ് ഇതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സിറ്റി, ഏത് സിറ്റിയാണോ നിങ്ങൾ താമസിക്കുന്നത് ആ സിറ്റി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത് സ്റ്റേറ്റ് ഓർ പ്രൊവിൻസ്, അത് നിങ്ങൾ കേരള ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതല്ല നിങ്ങൾ കേരളത്തിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ എവിടെയാണോ താമസിക്കുന്നത് ആ സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രൊവിൻസ് നിങ്ങളിവിടെ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉള്ളത് സിപ്പ് കോഡാണ്. അത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പിൻകോഡ് എന്താണോ അത് നിങ്ങൾ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം, ഈ അഡ്രസ്സ് കൊടുക്കുന്നിടത്ത് ഞാൻ പറയാൻ വിട്ടുപോയി, ഓൾറെഡി യൂട്യൂബ് നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഡി എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റൊരു സെക്കൻഡറി ഇമെയിൽ ഐ ഡി കൂടെ നിങ്ങൾ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ കൊടുക്കുക. കാരണം നിങ്ങൾ ആർക്കാണോ സ്ട്രൈക്ക് കൊടുക്കുന്നത് അവർ പിന്നീട് ഈ സ്ട്രൈക്ക് റിമൂവ് ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റുമായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്തെന്ന് വരാം. അപ്പം നിങ്ങൾക്ക് ദയ തോന്നിയാൽ നിങ്ങൾക്കത് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. കാരണം നിങ്ങളിവിടെ സ്ട്രൈക്ക് കൊടുത്താൽ ഉടൻ തന്നെ, ഞാൻ ആദ്യം കാണിച്ചല്ലോ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം, അവിടെ ഈ ഒരു സ്ട്രൈക്കിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും അവിടെ വന്ന് കിടക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ട്രൈക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനും പറ്റും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റിമൂവൽ ഓപ്ഷൻസ്. ആദ്യത്തെ ഓപ്ഷൻ നോക്കുക, ഷെഡ്യൂൾഡ് സെൻഡ് എ 7 days നോട്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സ്ട്രൈക്ക് കൊടുക്കുന്നവർക്ക് ഒരു 7 ദിവസത്തെ സമയം കൊടുക്കുകയാണ്. അവരോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കോപ്പി ചെയ്തിട്ടുണ്ട്, അത് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ റിമൂവ് ചെയ്ത് കളയുക. അഥവാ അവർ 7 ദിവസത്തിനുള്ളിൽ റിമൂവ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ യൂട്യൂബ് ബൈ ഡിഫോൾട്ട് അവരുടെ വീഡിയോയും റിമൂവ് ചെയ്ത് കളയും, അവർക്ക് സ്ട്രൈക്കും കൊടുക്കും. അപ്പോൾ ഒരു 7 ദിവസത്തേക്ക് അവർ വാണിങ്ങിലായിരിക്കും കിടക്കുന്നത്, സ്ട്രൈക്ക് വീഴത്തില്ല. അവർ റിമൂവ് ചെയ്തില്ലെങ്കിൽ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്ത് അവർക്ക് സ്ട്രൈക്ക് കൊടുത്തിരിക്കും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇതിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റിക്വസ്റ്റ് റിമൂവൽ നൗ എന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കൊടുക്കുന്ന ഒപ്പം തന്നെ അവർക്ക് സ്ട്രൈക്കും വീഴുകയാണ്, അവരുടെ വീഡിയോയും റിമൂവ് ആയി പോവുകയാണ്. അപ്പോൾ ഈ 2 ഓപ്ഷനിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് കൊടുക്കുക. ആരോടെങ്കിലും ദയ തോന്നി ഒരു നോട്ടീസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 7 days നോട്ടീസ് കൊടുക്കാം. അതല്ല ദേഷ്യം വന്ന് ഇവനെ ഇപ്പം തന്നെ പണി കൊടുക്കണം ആ രീതിയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിങ്ങൾ ഓർത്തു വയ്ക്കുക, നിങ്ങൾ ഈ 2-ൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്താലും ശരി, നിങ്ങളിത് കൊടുത്താൽ ഉടൻ തന്നെ യൂട്യൂബ് അവർക്ക് സ്ട്രൈക്ക് കൊടുക്കത്തില്ല. യൂട്യൂബ് ആദ്യം നിങ്ങളുടെ ഈ റിക്വസ്റ്റിനെ വാലിഡേറ്റ് ചെയ്യും. യൂട്യൂബ് അത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ശരിയാണെങ്കിൽ മാത്രമേ യൂട്യൂബ് അവർക്ക് സ്ട്രൈക്ക് കൊടുക്കുകയും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യത്തുള്ളൂ. അഥവാ നിങ്ങൾ തെറ്റായ ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ, അതായത് നിങ്ങളുടെ ഒറ്റ കാര്യങ്ങൾ അവർ കോപ്പി ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾ വെറുതെ ഒരാൾക്ക് അങ്ങ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങൾക്ക് തിരിച്ചു പണി തരും, തിരിച്ച് നിങ്ങൾക്ക് യൂട്യൂബ് സ്ട്രൈക്ക് തരും. അതും കുറച്ച് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ മറ്റൊരു കാര്യം കൂടെ യൂട്യൂബ് പറയുന്നുണ്ട്, പ്രിവെന്റ് ഫ്യൂച്ചർ കോപ്പീസ് ഓഫ് ദിസ് കണ്ടന്റ് ഫ്രം അപ്പിയറിംഗ് ഓൺ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന ഈ ഒരു സ്ട്രൈക്ക് ശരിയാണെങ്കിൽ ഇൻ ഫ്യൂച്ചർ യൂട്യൂബിൽ മറ്റൊരാൾ നിങ്ങളുടെ ഈ വീഡിയോ കോപ്പി ചെയ്തിടാതെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം യൂട്യൂബ് ട്രൈ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് ഐ സർട്ടിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതും നിങ്ങൾ ടിക്ക് ചെയ്ത് തന്നെ കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺഫേം ചെയ്യാണ് നിങ്ങൾ ഈ പറയുന്ന സ്ട്രൈക്ക് അത് കറക്റ്റ് ആണ്, ഇത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടും. ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ലീഗൽ എഗ്രിമെന്റ്സ് ആണ്. ഇത് 3 എണ്ണം ഉണ്ട്, 3 നിങ്ങൾ ടിക്ക് ചെയ്ത് തന്നെ കൊടുക്കുക. അതിൽ ലാസ്റ്റിലത്തെ പോയിന്റ് നിങ്ങളൊന്ന് വായിക്കുക. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അബ്യൂസ് ഓഫ് ദിസ് ടൂൾ സച്ച് ആസ് സബ്മിറ്റിംഗ് റിമൂവൽ റിക്വസ്റ്റ് ഫോർ കണ്ടന്റ് ഐ ഡു നോട്ട് ഓൺ മേ റിസൾട്ട് ഇൻ ടെർമിനേഷൻ ഓഫ് മൈ യൂട്യൂബ് അക്കൗണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് നിങ്ങൾ തെറ്റായ രീതിയിൽ മിസ്യൂസ് ചെയ്ത് മറ്റുള്ള ആളുകൾക്ക് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളയാനുള്ള അവസ്ഥ വരെ ഉണ്ടാകും. ഈ ഒരു കാര്യം ഇവിടെ യൂട്യൂബ് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരാൾക്ക് നിങ്ങൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തണം ഇത് നിങ്ങളുടെ കണ്ടന്റിനെ അവർ കോപ്പി ചെയ്തിട്ടുണ്ട്. ആ ഒരു ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്ട്രൈക്ക് കൊടുക്കാവൂ, ഇല്ലെങ്കിൽ അത് തിരിച്ച് പണി കിട്ടും. അത് ഞാൻ വീണ്ടും ഇപ്പോൾ 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. എനിവേ, ഇനി അടുത്തത് ഇവിടെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ഫുൾ നെയിം അതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സഞ്ജൂസ് നായറിന് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫില്ല് ചെയ്തു. ഇനി ഇവിടെ ഏറ്റവും മുകളിലേക്ക് ഒന്ന് സൂം ചെയ്തിട്ട് വന്ന് നോക്കിയാൽ ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഞാനത് ക്ലിക്ക് ചെയ്യുന്നില്ല, കാരണം ഞാനൊരു തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ കാണിച്ചതാണ്. എനിവേ, അപ്പോൾ ഇതേ രീതിയിലാണ് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്നതും. അതുപോലെ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് സ്ട്രൈക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ കൊടുക്കാവുന്നതാണ്. മറ്റൊന്നുകൊണ്ടുമല്ല, യൂട്യൂബിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ ഷെയറും ചെയ്തേക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.